ഇതിലിപ്പോൾ പക്ഷേ അതായത് ഇതിനകത്ത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമുള്ളത് CP ജോണ് സൗമ്യമായിട്ടും ചിരിച്ചുകൊണ്ടെല്ലാം പറയുന്നത്. അതായത് CP ജോണ് പ്രസംഗിക്കുന്ന അതെ, രണ്ടാമത് ഞാൻ അതിനെ ഉറച്ചു നിൽക്കുകയാണെന്ന് പറയുന്ന അതെ, പിന്നീട് ഈ പ്രസംഗിക്കുമ്പോൾ ഇനി ശ്രദ്ധിക്കണം എന്നൊരു തള്ളിക്കറയിൽ നാം പറയാൻ പാടില്ലായിരുന്നു പറയുന്നതെല്ലാം അദ്ദേഹം വളരെ സൗമ്യമായിട്ടാണ്, ചിരിച്ചുകൊണ്ടാണ്. അത് സന്തോഷകരമായ കാര്യമാണ്. അതായത് അദ്ദേഹത്തിനകത്ത് വലിയ സമ്മർദ്ദമുണ്ട് എന്ന കാര്യം നമുക്കറിയാം. ഇപ്പോൾ അദ്ദേഹത്തിന് പിന്നെ നമുക്കറിയാലോ, അദ്ദേഹം ഇടതുപക്ഷത്തിലെ ഒരു ബുദ്ധിജീവിയായിരുന്നു. 10-15 വയസ്സ് തൊട്ട് രാഷ്ട്രീയത്തിൽ വന്നിട്ട് ഒരു 10 കൊല്ലം CPM-നൊപ്പവും പിന്നീട് ബാക്കി 10-40 കൊല്ലം UDF-നൊപ്പവും. പക്ഷേ അപ്പോഴും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണല്ലോ അദ്ദേഹത്തിൻ്റെ പാർട്ടി, CMP. കമ്മ്യൂണിസ്റ്റും മാർക്സിസ്റ്റുമാണ് അദ്ദേഹം, ബുദ്ധിജീവി കൂടെയാണ്. പക്ഷേ അദ്ദേഹം വളരെ സൗമ്യമായിട്ട് ബൗദ്ധിക ജീവിതമൊന്നുമില്ലാതെ കാര്യം കൃത്യമായിട്ടങ്ങ് പറഞ്ഞു പോവുകയാണ്. ഇതിലിപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ മന്ത്രിസഭയിലെ ഈ സർക്കാരിലെ ഏറ്റവും സമ്മർദ്ദം നേരിടുന്ന മന്ത്രി ഞാൻ വിചാരിക്കുന്നത് അത് മറ്റാരുമല്ല CP ജോണാണ് എന്നാണ്. ഈ 10 വർഷത്തിന് ശേഷം വൻ ഭൂരിപക്ഷമായിട്ട് അധികാരത്തിൽ വന്ന UDF സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ജനങ്ങളെ നേർക്കുനേർ ചെന്ന് തൊടുന്നതുമായിട്ടുള്ള ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യുന്നത് CP ജോണാണ്, അല്ലേ? പ്രിയദർശിനി പദ്ധതി, ബസ്സുകളിലെ സൗജന്യ യാത്ര എന്ന കാര്യം ഇവർ പ്രഖ്യാപിച്ചപ്പോൾ ആദ്യമായിട്ട് UDF ഇതാ വിജയിക്കാൻ പോകുന്നതെന്ന് തോന്നൽ നമ്മുടെ അടക്കം ഉള്ളിലേക്കുണ്ടായ ഒരു കാര്യം ഇവർ ഈ പ്രകടന പത്രികയിൽ ഈ കാര്യം മുന്നോട്ട് വെച്ചപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുമല്ലോ ആളുകളെ എന്ന് നമ്മൾ രണ്ടുപേരും പറഞ്ഞു. അന്ന് നമ്മൾ കരുതിയത് കാസർഗോഡുള്ള ഒരാൾക്ക് തിരുവനന്തപുരം വരെ വരാനും തിരിച്ചും മറിച്ചും ഒക്കെ എല്ലാ ബസ്സിലും പോകാൻ പറ്റുന്നതാണ്. പിന്നീട് അത് പലതരത്തിലേക്ക് മാറി. അപ്പോൾ അത്രക്ക് പ്രതീക്ഷകളുടെ അമിതഭാരമാണ്. നമ്മൾ സിനിമ കാണുമ്പോൾ റിവ്യൂ കൊടുക്കില്ല, അതായത് പ്രതീക്ഷകളുടെ അമിതഭാരം ഇല്ലാതെ അങ്ങ് പോയാൽ നിങ്ങൾക്ക് സിനിമ ആസ്വദിക്കാമെന്ന് പറഞ്ഞ പോലെ ഇത് പക്ഷേ ജനത്തിന് അത്രമേൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നൊരു കാര്യമാണ്. പക്ഷേ അത്രയൊന്നും ഉണ്ടായില്ല. ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ്, ചെറിയ റൂട്ടിലാണ് പോകാൻ പറ്റുക. പക്ഷേ എന്നാലും അത് ജനപ്രിയമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് നിൽക്കുകയാണ്, അതിനകത്തേക്ക് ആളുകൾ നിൽക്കുകയാണ്. ഇത് പ്രഖ്യാപിച്ചു, ഇത് നടപ്പാക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും ഇതെങ്ങനെ മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. എന്ന കാര്യത്തിൽ എനിക്ക് സംശയമേ ഇല്ല. അത് UDF സർക്കാരിലെ എല്ലാ ആളുകൾക്കും ഉണ്ട്. ഇത് എത്ര കാലം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന ആശങ്ക അവർക്കുണ്ട്. ആ ആശങ്ക ഏറ്റവും കൂടുതൽ നേരിടുന്നയാൾ CP ജോണായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിന് രാത്രി ഉറക്ക ബുദ്ധിമുട്ട് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ മുന്നണിയുടെ ഏറ്റവും വലിയ ഒരു പദ്ധതിയാണ്. ഇത് ഒടുവിൽ വരെ കൊണ്ടുപോകണം. ഇത് കേരളത്തിലെ സ്ത്രീകൾക്ക് ആകെയുള്ള ആദരവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതെന്താ സംഭവിക്കുന്നത്? ഇത് പണം വരുന്ന പരിപാടിയല്ല, കാശ് പോവുകയാണ്. KSRTC താരതമ്യേന തെറ്റില്ലാത്ത നിലയിലേക്ക് എത്തിയതായിരുന്നു KB ഗണേഷ് കുമാറിൻ്റെ കാലത്ത്. നമുക്കറിയാലോ, KSRTC നമ്മൾ തന്നെ കണ്ടുകൊണ്ടിരിക്കും. KSRTC അങ്ങേയറ്റം പൊളിഞ്ഞു പണ്ടാറടങ്ങി പോകും എന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് KSRTC അത്ഭുതകരമായ മുന്നേറ്റം നടത്തിയില്ലേ? സമ്പൂർണ്ണ ലാഭമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ KSRTC അത്ഭുതകരമായിട്ട് മുന്നേറ്റം കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് നടത്തി. അത് അങ്ങനെ തന്നെ UDF കൊണ്ടുപോയിരുന്നെങ്കിൽ കുറേ കൂടെ മുന്നേറ്റം കൊണ്ടുപോകാനും ഗതാഗത വകുപ്പ് മന്ത്രി എന്ന നിലക്ക് KSRTC നല്ല നിലയിലേക്ക് എത്തിച്ച മന്ത്രി എന്ന പേര് കിട്ടുന്ന ആളുമായിരുന്നു CP ജോൺ. പക്ഷേ അതിനകത്ത് ഇങ്ങനെയൊരു സംഗതി വന്നു വീണു. പണം കിട്ടില്ല, ആളുകൾ മുഴുവനായിട്ട് കയറുകയാണ്. KSRTCക്ക് ക്ഷീണം ഉണ്ടാവുകയാണെന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല. അതെങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ പണം ഉണ്ടാക്കേണ്ടുന്ന കാര്യങ്ങൾ നമ്മുടെ സമ്പത്ത് ഒരുപാടുള്ള ഒരു സർക്കാരായിട്ടില്ല. അപ്പോൾ ആ പ്രശ്നം അവിടെ ഉണ്ട്. പ്രൈവറ്റ് ബസ്സുകാരാണെങ്കിൽ ഇതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടിലുമാണ്, അവരാ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അവിടെയാണ് അദ്ദേഹം ഈ പ്രസംഗം നടത്തുകയും ചെയ്തത്. അപ്പോൾ ഈ സമ്മർദ്ദം അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മേലുണ്ട്, അദ്ദേഹത്തിൻ്റെ മുകളിൽ, ഗതാഗത മന്ത്രിക്ക് മേൽ അദ്ദേഹത്തിൻ്റെ മുകളിൽ ഇതുണ്ട്. അതായത് CP ജോണ് രാഷ്ട്രീയത്തിൽ CP ജോണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷക്കാരനായിട്ട് വലതുപക്ഷ മുന്നണിയിൽ നിൽക്കുന്ന ആളാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റാണ്. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആ വഴിക്ക് എന്ന് വെച്ചാൽ ഇവരെ പോലെ അത്രക്കങ്ങ് ഫ്ലെക്സിബിൾ ആകാൻ പറ്റില്ല. എന്നിട്ട് ഇത്രയും കാലം ദീർഘമായിട്ട് പലതവണ പരാജയപ്പെട്ട് തെരഞ്ഞെടുപ്പിൽ വന്നു. അവസാനം അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടി. അദ്ദേഹം അർഹിക്കുന്നതാണ്. അദ്ദേഹം പ്ലാനിംഗ് ബോർഡൊക്കെ ഒക്കെ ആയിരുന്നാണല്ലോ, അദ്ദേഹം അർഹിക്കുന്ന അതാണ്, നല്ലൊരു മന്ത്രിസ്ഥാനം കിട്ടി. പക്ഷേ അത് ഈ സർക്കാരിൻ്റെ കാലത്തെ ഏറ്റവും ഭീഷണമായ ഈ ഡെമോക്രസിൻ്റെ വാള് പോലെ ഇങ്ങനൊരു കാര്യം കിടക്കുന്നതല്ലേ എന്ന് നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന ആൾക്ക് തോന്നുന്നു. ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന പോലെ ആയിരിക്കില്ല, അദ്ദേഹം വളരെ ഈസി ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവും, ഇത്ര സമ്മർദ്ദമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതേതായാലും സമ്മർദ്ദം പിടിച്ച ഒരു കാര്യമാണ്. ആ സമ്മർദ്ദം അദ്ദേഹത്തെ ഈ കാര്യങ്ങളെ ഇങ്ങനെ കാണാൻ പ്രേരിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞപ്പോൾ തള്ളിക്കയറുകയാണ്. നിങ്ങളെല്ലാവരും കൊണ്ട് ഇങ്ങനെ കയറിയാൽ ഞങ്ങളുടെ KSRTC പൊളിഞ്ഞു പോകില്ലേ? ഞങ്ങൾ സൗജന്യം തന്നു എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരു മയത്തിൽ ഇതിനെ ഉപദ്രവിക്കാതെ കയറി മറ്റു വണ്ടികളിലൊക്കെ കയറി പോയിക്കൂടെ എന്ന് പറയുകയാണ് അദ്ദേഹം ചെയ്തത്. എന്ന് യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുകയാണ്, കേരളത്തിലുള്ള മലയാളികളുടെ ബിഹേവിയറൽ പാറ്റേൺ കണ്ടിട്ട് ഞാൻ ആകെ അതിശയപ്പെട്ടു പോയി. അതുമാത്രമായിട്ട് കേട്ടാൽ ഇദ്ദേഹം ജനിച്ചത് ന്യൂയോർക്കിലാണ്, പിന്നെ ജർമ്മനിയിലും സ്റ്റുട്ട്ഗാർട്ടിലൊക്കെയാണ് അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹം ഈ പ്രായം മുഴുവൻ വിദേശ രാജ്യങ്ങളിൽ ജീവിച്ചിട്ട് പെട്ടെന്ന് കേരളത്തിലേക്ക് വന്നിട്ട് ഇതാ മലയാളികളുടെ ബിഹേവിയറൽ പാറ്റേൺ ഇങ്ങനെയാണല്ലേ എന്ന് അതിശയം കൂടുന്നതായിട്ടാണ് നമുക്ക് തോന്നുക. CP ജോൺ ഇവിടെ ജനിച്ച് ഇവിടെ വളർന്ന ആളാണ്. ഇവിടെ ജനങ്ങൾക്കിടയിൽ വെള്ളത്തിൽ മീനെന്ന പോലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളാണ്.
CP ജോൺ. അതേ ഇപ്പോൾ അതിശയപ്പെടുകയാണ്. മലയാളികളുടെ ബിഹേവിയറൽ പാറ്റേണിൽ എനിക്ക് അതിശയമുണ്ട്. എന്തതിശയം? എന്തിനാണ് ഇപ്പോഴായിട്ടൊരു അതിശയം എന്തിനാണ്? അത് ഫ്രീ ആയിട്ടൊരു കാര്യം കിട്ടിയാൽ മനുഷ്യർക്ക് അതിന് ചിലപ്പോൾ പൈസ ചിലവാക്കേണ്ട. അതുകൊണ്ടല്ലേ നമ്മളെല്ലാവരും അതിനെ അനുകൂലിച്ചത്, അതുകൊണ്ടല്ലേ എല്ലാവരും വോട്ട് ചെയ്ത്. ഒരു ഫ്രീ ആയിട്ട് കിട്ടിയ ഹെലികോപ്റ്റർ അല്ലേ ഞാനതുകൊണ്ട് പറഞ്ഞു എന്ന് പറയുന്ന മുഖ്യമന്ത്രി നമ്മുടെ മുന്നിലുണ്ട്. 2 ദിവസം മുന്നിലേ ഇത് പറഞ്ഞേ, ഹെലികോപ്റ്റർ ഫ്രീ ആണ്, 5 പൈസ ചിലവില്ല. അതുകൊണ്ട് ഞാൻ അവിടം വരെ പോയി, ഇൻവെസ്റ്ററെ കാണാൻ പോയി. എനിക്ക് തലശ്ശേരി നിന്നിട്ട് പിന്നെ താഴെ ചുവക്ക് പോകാൻ തോന്നിയ ഒരു ചേച്ചിക്ക് ഒരു ഇൻവെസ്റ്റർ കാണാനുണ്ട് അവിടെ. തലശ്ശേരിക്കാരിയ ഒരു ചേച്ചിക്ക് അവിടെ ചൊവ്വയിലുള്ളൊരു ഇൻവെസ്റ്റർ കാണാനുണ്ട്. അവരപ്പോൾ ബസ് കയറി ഫ്രീ ആയിട്ട് പോയി. മുഖ്യമന്ത്രി തന്നെയും പറയുന്നു, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയും അതിൻ്റെ ന്യായീകരണമായിട്ട് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വാചകത്തിൽ എന്താ ഉള്ളത്? ഫ്രീ ആണിത്, അതുകൊണ്ട് ഞാൻ പോയി. മറ്റു കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു, ഫ്രീ ആണിത്, ഞാൻ പോയി. അപ്പോൾ ഫ്രീ ആയിരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ അകത്ത് ഒരു അഡീഷണലായിട്ട് നമ്മൾ അങ്ങ് പോകുന്നത് കുറച്ച് പോയാൽ ബുദ്ധിമുട്ടില്ല എന്നിരിക്കെ ആളുകൾ അവരവരുടെ ആവശ്യത്തിന് അത് എല്ലാവരും പോകും. നാളെ ഇപ്പോൾ എല്ലാ ടെലിവിഷൻ അവതാരകർക്കും ഫ്രീ KSRTC യാത്ര. അപ്പോൾ ഞാൻ അവിടുന്ന് വൈറ്റിലേക്ക് നിന്ന് ഇങ്ങോട്ട് വരാൻ കാറ് വേണ്ട, എന്നാൽ പിന്നെ KSRTC ബസ്സിനും കയറി പോരാന്ന് വിചാരിക്കും. അതിനെന്താ, സർക്കാർ തരുന്നതാണ്. TV അവതാരകർ പിന്നെക്കുള്ള ഒരു സമ്മാനമാണ് സംസ്ഥാന സർക്കാരിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ പോകും, എല്ലാ മനുഷ്യരും പോകും. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ബിഹേവിയറൽ പാറ്റേണൊക്കെ കണ്ടുപിടിക്കേണ്ടി വരുന്ന, ഈ വളരെ എളുപ്പത്തിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ മനസ്സിലാക്കാൻ പറ്റുന്ന ഫ്രീ ആയിട്ടുള്ള കാര്യത്തിൽ ആളുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സർക്കാർ കൊടുത്തത്. അതുമാത്രമല്ല, അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ആ പൈസ നമ്മൾ പലതവണ പറഞ്ഞാണ്, 1000 1500 രൂപ ഒരു മാസം മിച്ചം പിടിക്കാൻ പറ്റുന്നെങ്കിൽ ആ 1000 1500 രൂപക്കും നല്ല വാല്യൂ ഉണ്ട്. മുഖ്യമന്ത്രി തന്നെയും ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്നൊരു കാലത്ത്, അത് ഫ്രീ ആയിട്ട് കിട്ടിയോണ്ടാണ് ഞാൻ പോയത് എന്ന് വിശദീകരിക്കുന്ന ഒരു കാലത്ത് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അത് പോകേണ്ടി വരും. പക്ഷേ CP ജോണിന് ഈ മലയാളികളുടെ ഈ ബിഹേവിയറൽ പാറ്റേൺ കാണുമ്പോൾ എനിക്ക് അതിശയം വരുന്നു എന്ന് പറയിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള ഈ സമ്മർദ്ദമാണ്. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന യഥാർത്ഥമായിട്ടുള്ള ബുദ്ധിമുട്ട്, സമ്മർദ്ദം അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ മാത്രം പ്രശ്നമാണ്. എല്ലാ ദിവസവും VD സതീശൻ കുഴപ്പമില്ല ജോണെ, നമുക്ക് ശരിയാക്കി എടുക്കാം, എനിക്ക് ഇങ്ങനൊരു പദ്ധതിയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ടാകുമോ? ഇല്ല, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളില്ലേ? മറ്റേതെങ്കിലും സഹമന്ത്രിമാർ വന്നിട്ട് ജോണെ അല്ലെങ്കിൽ ജോണേട്ട അല്ലെങ്കിൽ ജോൺ സാറേ നമുക്കിത് ശരിയാക്കി എടുക്കാം, കുഴപ്പമില്ല, KSRTC നമുക്ക് ഇങ്ങനെ കൊണ്ടോ സഖാവേ എന്ന് വിളിക്കുന്ന ആളുകളുണ്ട്. ശരിയാ, സഖാവേ നമുക്കിത് ശരിയാക്കി എടുക്കാം എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവർക്കൊക്കെ അവരവരുടെ പണിയുണ്ട്. ഓരോ മന്ത്രിമാരും തിരക്കാണ്. ഈ പ്രതിപക്ഷം നിന്ന് വിമർശിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും എല്ലാ മന്ത്രിമാരും അവരവരുടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആത്യന്തികമായിട്ട് നമ്മുടെ ഗോൾ പോസ്റ്റിന് മുന്നിലുള്ള ഗോളിയുടെ ഏകാന്തത, പെനാൽറ്റിക്ക് കാത്ത് നിൽക്കുന്ന ഗോളിയുടെ ഏകാന്തത എന്ന് പറഞ്ഞ പോലെ CP ജോണ് ഒരു ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. അതായത് ഈ സർക്കാരിൻ്റെ കാലത്തെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ജനങ്ങളെ എന്ത് മാറ്റമുണ്ടാക്കിയാലും ഉടനടി ചെന്ന് തൊടുന്ന, എങ്ങനെ പിൻവലിഞ്ഞാലും എന്ത് ചെറിയ മാറ്റം വരുത്തിയാലും ജനത്തിന് ഉടനടി പ്രതികരണം ഉണ്ടാകുന്ന ഒരു വലിയ പദ്ധതിയുടെ ഉടമസ്ഥനാണ് അദ്ദേഹം. അത് കൈകാര്യം ചെയ്യേണ്ട ആളാണ് അദ്ദേഹം. പക്ഷേ അത് കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹം നേരിടുന്ന വെല്ലുവിളികൾ വലുതാണ്. അദ്ദേഹത്തിന് ഈ പണം എങ്ങനെ ഉണ്ടാക്കുമെന്ന, KSRTC എങ്ങനെ പോകുമെന്ന ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് മനസ്സിലുണ്ട്. പ്രൈവറ്റ് ബസ്സുകാർ, ഇതേ തുടർന്ന് ബുദ്ധിമുട്ടിലായ പ്രൈവറ്റ് ബസ്സുകാരുണ്ടാക്കുന്ന സമ്മർദ്ദമുണ്ട്. ഇതിനകത്ത് ആകപ്പാടെ ബുദ്ധിമുട്ടിലായിരിക്കുന്ന CP ജോണ് ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതെല്ലാം പറയുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് നാക്ക് വഴുതിയിട്ടുണ്ടാകുന്ന ഇത്തരം പരാമർശങ്ങളാണ്. നിങ്ങളിങ്ങനെ തള്ളിക്കയറല്ലേ എന്ന്. CP ജോൺ ഒരിക്കലും സ്ത്രീകളെ പരിഹസിക്കാനോ ഈ കൊടുത്തിരിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങൾ തന്ന ഔദാര്യമാണെന്ന് പറയാനോ ഒന്നുമല്ല അദ്ദേഹം ശ്രമിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഒരല്പം ഇതെങ്ങനെയൊക്കെ ഒന്ന് പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ പ്രകടനമാണ് അത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താനില്ല ഈ വിഷയത്തിൽ എന്നാണ് എനിക്ക് പറയാനുള്ള ആശയം.